തൃശൂരിൽ 3 ഇടങ്ങളിലായി വൻ ATM കൊള്ള നടത്തി കണ്ടെയ്നർ ലോറിയിൽ മുങ്ങിയ 6 ഹരിയാന രാജസ്ഥാൻ സംഘം തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നും പിടിയിലായി. സംഘത്തിലൊരാൾ പോലീസിന്റെ വെടിയേറ്റു മരിച്ചു. സംഘത്തിന്റെ ആക്രമണത്തിൽ 2 പോലീസുകാർക്ക് കുത്തേറ്റിട്ടുണ്ട്. നാമക്കലിലെ കുമാരപാളയത്ത് വെച്ചാണ് കൊള്ളസംഘം പോലീസിന്റെ വലയിലായത്. പോലീസ് കൈകാണിച്ച് നിർത്താതെ പോയ ടാങ്കർ ബൈക്കിലിടിച്ച് തെറിപ്പിച്ചു. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് ടാങ്കർ തടയാൻ ശ്രമിച്ചു. ഇതിനിടെ സംഘം 2 പോലീസുകാരെയും ആക്രമിച്ചു. ഇതേ തുടർന്നാണ് പോലീസ് വെടിയുതിർത്തതെന്നാണ് വിവരം. കണ്ടെയ്നറിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളാണ് തമിഴ്നാട്ടിൽ പോലീസിന്റെ പിടിയിലായത്. പ്രതികൾ മോഷണത്തിനുപയോഗിച്ച കാർ പോലീസ് കണ്ടെയ്നറിൽ കണ്ടെത്തി. സംഘത്തിൽ നിന്ന് തോക്കടക്കമുള്ള ആയുധങ്ങളും പിടിച്ചെടുത്തു. മോഷണത്തിനു ശേഷം പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന് ബോധ്യമായ കേരള പോലീസ് വിവരം തമിഴ്നാട് പോലീസിനെ അറിയിച്ചിരുന്നു. തുടർന്ന് സംശയാസ്പദമായി കണ്ട എല്ലാ വാഹനങ്ങളും പോലീസ് പരിശോധിച്ചിരുന്നു. ഇത്തരത്തിൽ നടന്ന പരിശോധനയ്ക്കിടയിലാണ് കണ്ടെയ്നറും അതിനുള്ളിൽ വെളുത്ത കാറും കണ്ടെത്തിയത്. കാറിനുള്ളിൽ നിന്ന് പണവും കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ജില്ലയിലെ 3 ATMകളാണ് കൊള്ളയടിക്കപ്പെട്ടത്. 65 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടിരുന്നു. മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ ATMകളാണ് കൊള്ളയടിക്കപ്പെട്ടത്. പുലർച്ചെ 3-നും 4-നും മധ്യയായിരുന്നു കവർച്ചയെന്നാണ് വിലയിരുത്തൽ. ഗ്യാസ് കട്ടർ ഉപയോഗിച്ചായിരുന്നു ATM തകർത്തത്.